ആഫ്രിക്ക രണ്ടായി പിളരുകയും അതിനിടയിൽ പുതിയൊരു സമുദ്രം രൂപപ്പെടുകയുമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതൊക്കെ തള്ളാണെന്ന് പറഞ്ഞ് കളിയാക്കുമെങ്കിലും സംഭവം സത്യമാണ്. എത്യോപ്യയിലെ അഫാർ മേഖലയെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. ഈ മേഖല വൻകരകൾ പിളരുന്ന ആക്റ്റീവായ ഒരു പ്രദേശമാണ്. അവിടെ ഭൂമിക്കടിയിലെ മാറ്റങ്ങൾ കാരണം ഭൂമിയുടെ പാളികൾ സാവധാനം അകന്നു പോകുന്നുണ്ട്. 2025 ഉൾപ്പെടെയുള്ള സമീപ വർഷങ്ങളിൽ ശാസ്ത്രജ്ഞർ ഇവിടെ തുടർച്ചയായ ഭൂചലനങ്ങളും അഗ്നിപർവ്വത പ്രവർത്തനങ്ങളും വൻകരയുടെ രൂപം മാറുന്നതും നിരീക്ഷിച്ചിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്നും ആഫ്രിക്ക പിളർന്നാൽ പിന്നീട് എന്ത് സംഭവിക്കുമെന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് അഫാർ പ്രദേശം. ഇവിടെ ചൂട് 115 ഡിഗ്രി ഫാരൻഹൈറ്റ് അഥവാ 45 ഡിഗ്രി സെൽഷ്യസിനും മുകളിലാണ്. ദൂരെയായി പുകയുന്ന അഗ്നിപർവ്വതങ്ങളും കാണാം. അതിൻ്റെയൊക്കെ നടുവിലായി പതിറ്റാണ്ടുകളായി തിളച്ചുകൊണ്ടിരിക്കുന്ന എർട്ട ആലെ എന്ന ലാവ തടാകവുമുണ്ട്. ലോകത്ത് തന്നെ ഇത്തരത്തിലുള്ള ചുരുക്കം ചില ഇടങ്ങളിൽ ഒന്നാണിത്. ഇതിൻ്റെ ഉപരിതലം എപ്പോഴും ആക്റ്റീവായിരിക്കും. അതായത് ഇവിടെ പാറകൾ രൂപപ്പെടുകയും വീണ്ടും വിണ്ടുകീറി മാറുകയും ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും അത്ര തന്നെ പേടിപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ്. ഭൂഗർഭശാസ്ത്രജ്ഞർ ഇതിനെ ഒരു ട്രിപ്പിൾ ജംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത്. കാരണം ഇവിടെ 3 ടെക്ടോണിക് പ്ലേറ്റുകൾ അഥവാ നുബിയൻ, സൊമാലി, അറേബ്യൻ എന്നീ ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിലാണ് ചേരുന്നത്. 3 റിഫ്റ്റ് ആമുകൾ ഒത്തുചേരുന്ന ഒരു പോയിന്റാണിത്. ഭൂമിക്കടിയിൽ നിന്നുള്ള ചൂട് പാളികളെ ദുർബലമാക്കുകയും അതേസമയം പഴയ വിള്ളലുകൾ വൻകര വീണ്ടും വലിയാൻ വഴിയൊരുക്കുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. ഇവയെല്ലാം ചേർന്ന് ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ അണ്ടർഗ്രൗണ്ട് മൂവ്മെന്റ്സ് നടക്കുന്ന ഒരു പ്രദേശമായി ഇതിനെ മാറ്റിയിരിക്കുന്നു. വൻകരയുടെ വലിയ ഭാഗങ്ങൾ പഴയ വിള്ളലുകളിലൂടെ അകന്നുകൊണ്ടിരിക്കുകയാണ്. വൻകരകൾ എങ്ങനെയാണ് പിളരുന്നത് എന്ന് നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു റിയൽ ലൈഫ് പ്ലേസ് കൂടെയാണിത്. പക്ഷേ ഈ പ്രോസസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് ആഫ്രിക്കയിൽ സംഭവിക്കുന്നത് എന്നൊക്കെ ഇനി നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപായി നമ്മുടെ വീഡിയോകൾ കാണുന്ന 90% ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് കോണ്ടന്റ്സുകൾ ഇഷ്ടമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അത് നിങ്ങൾ എനിക്ക് തരുന്ന വലിയൊരു സപ്പോർട്ടായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇതിന്റെ കാരണം പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന പ്രതിഭാസമാണ്. അതായത് ഭൂമിയുടെ ഉപരിതലം വലിയ പാളികളായിട്ടാണ് ഇരിക്കുന്നത്. വർഷങ്ങൾ കൂടുമ്പോൾ കുറച്ച് സെന്റിമീറ്റേഴ്സ് മാത്രമേ ഈ പാളികൾ നീങ്ങുന്നുള്ളൂ. പക്ഷേ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ സാവധാനത്തിലുള്ള ചലനം വൻകരകളുടെ രൂപം തന്നെ മാറ്റും. അഫാറിൽ ഇത് നമുക്ക് വ്യക്തമായി കാണാം. ഈ മണ്ണ് പല ദിശകളിലേക്ക് ഒരേ സമയം വലിച്ചു നീട്ടപ്പെടുകയാണ്. ഒരു മാവ് അഥവാ ഡഫ് നന്നായി വലിച്ചു നീട്ടുമ്പോൾ അത് നേർത്തു വരുന്നത് പോലെ ഭൂമിയുടെ പാളികളും ഇവിടെ നേർത്തു വരികയും വിള്ളലുകൾ വീഴുകയും ഒടുവിൽ പുതിയ സമുദ്രം രൂപപ്പെടാനുള്ള വഴിയിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇവിടെ വൻകരയിലെ പാറകൾക്ക് ഇത്തരത്തിൽ സാവധാനം രൂപമാറ്റം സംഭവിക്കുകയാണ്. ഈ കിഴക്കൻ ആഫ്രിക്കൻ റിഫ്റ്റിന് 2 പ്രധാന പാർട്ടുകളുണ്ട്. ഇതിലെ കിഴക്കൻ ഭാഗം എത്യോപ്യയിലൂടെയും കെനിയയിലൂടെയും പോകുന്നു. പടിഞ്ഞാറൻ ഭാഗം തങ്കനീക്ക, മലാവി തുടങ്ങിയ തടാകങ്ങളിലൂടെയും കടന്നുപോകുന്നു. ഓരോ ശാഖയും ഓരോ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ചില ഭാഗങ്ങളിൽ ഭൂചലനങ്ങൾ കൂടുതലാണ്. മറ്റു ചിലയിടത്ത് അഗ്നിപർവ്വതങ്ങളിൽ നിന്നുള്ള ലാവാ പ്രവാഹമാണ് കൂടുതൽ. എങ്കിലും ഇവയെല്ലാം ചേർന്ന് വൻകരയിൽ ഒരു വലിയ സ്കാർ പോലെ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇത് ഓരോ വർഷവും വലുതായി വരുന്നുമുണ്ട്. ഈ പ്രഷർ പെട്ടെന്ന് കൂടുകയോ അല്ലെങ്കിൽ ഒരേപോലെ അല്ലാതെ വരികയോ ചെയ്യുമ്പോൾ ഭൂമി കുലുങ്ങുകയും വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് ചിലപ്പോൾ വളരെ വേഗത്തിൽ സംഭവിക്കാറുമുണ്ട്. 20 വർഷം മുൻപ് ഇത്തരമൊരു വലിയ മാറ്റത്തിന് ശാസ്ത്രജ്ഞർ സാക്ഷികളായിട്ടുണ്ട്. അതാണ് 2005 അഫാർ മേഖലയിൽ നടന്നത്. അതായത് അവിടെ ആ സമയത്ത് നടന്നത് ഒരു വലിയ ഭൂചലന പരമ്പര തന്നെയായിരുന്നു. പിന്നെ വലിയൊരു മാഗ്മ പ്രവാഹം മരുഭൂമിയിലൂടെ ഇരച്ചുകയറി. വെറും 2 ആഴ്ചക്കുള്ളിൽ ഏകദേശം 60 കിലോമീറ്ററോളം ദൂരത്തിൽ ഭൂമി പിളരുകയാണ് പിന്നീട് ചെയ്തത്. നിങ്ങൾ ഇന്ന് ഒരു ഹൈവേയിലൂടെ ഡ്രൈവ് ചെയ്യുന്നു എന്ന് കരുതുക. പിറ്റേ ദിവസം അവിടെ വലിയ വിള്ളലുകളും രൂപമാറ്റങ്ങളും കാണുന്ന അവസ്ഥ സങ്കല്പിച്ചു നോക്കൂ. അത്രയും പെട്ടെന്നായിരുന്നു മാറ്റങ്ങൾ. ഇത് വെറും ഒരു സർഫസ് ക്രാക്ക് മാത്രമായിരുന്നില്ല എന്നതാണ് സത്യം. ഭൂമിക്കടിയിൽ വലിയൊരു മാഗ്മ പാളി ഒരു ആപ്പ് പോലെ കയറി പാളികളെ തമ്മിൽ അകറ്റുകയായിരുന്നു. ആ മാഗ്മ പാളി പ്ലേറ്റുകൾക്കിടയിലേക്ക് ഇരച്ചു കയറി ചിലയിടങ്ങളിൽ 8 മീറ്ററോളം ദൂരത്തിൽ വരെ വൻകരയെ പിളർത്തിയിട്ടുണ്ട്. ശാസ്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളം 2005 ഈ സംഭവം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ആഫ്രിക്ക പിളരുകയാണെന്ന് അവർക്ക് ഇതിലൂടെ കൃത്യമായി തെളിവ് കിട്ടി. ഗവേഷകർ വേഗത്തിൽ അവിടെ എത്തി ഈ മാറ്റങ്ങൾ അളക്കുകയും മറ്റു വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. അവിടുത്തെ ഗ്രാമീണർക്ക് ഇത് വലിയൊരു മുന്നറിയിപ്പായിരുന്നു. ഭൂമിയുടെ പാളികൾക്കിടയിലെ ചലനങ്ങളുടെ മുൻനിരയിലാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ ജിയോളജിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം 2005 ഈ സംഭവം ഒരു വലിയ പ്രക്രിയയുടെ ഭാഗമായിരുന്നു.
ഇതിനർത്ഥം ഭൂമിക്കടിയിൽ നിന്ന് എന്തോ ഒന്ന് ഈ മാറ്റങ്ങളെ പവർഫുള്ളാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ്. ഭൂമിയുടെ ഉപരിതലം ഇത്രയും വേഗത്തിൽ പിളരുന്നുണ്ടെങ്കിൽ മാഗ്മയ്ക്ക് ഇത്രയും ഊർജം നൽകുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പോകണം. അവിടെ അതിതാപമുള്ള പാറകളുടെ ഒരു പ്രവാഹം മുകളിലേക്ക് വരുന്നുണ്ട്. ഈ പാറകൾ കഠിനമാണെങ്കിലും ഹൈ പ്രഷറും ചൂടും കാരണം അവ ദ്രാവകത്തെ പോലെ സാവധാനം ഒഴുകുകയാണ്. ഇതിനിടയിലൂടെ ചൂടുള്ള പാറകളുടെ വലിയൊരു താപപ്രവാഹം അഥവാ പ്ലൂം മുകളിലേക്ക് വരുന്നുമുണ്ട്. ഇത് ആഫ്രിക്കയുടെ അടിഭാഗത്ത് തട്ടി നിൽക്കുകയാണ്. കോടിക്കണക്കിന് വർഷങ്ങളായി ഇത് ഭൂമിയുടെ പാളികളെ നേർത്തതാക്കി മാറ്റുകയും വൻകര പിളരാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ ചൂട് പ്രവാഹം ഇടവിട്ടിട്ടാണ് അഥവാ പൾസ് പോലെയാണ് പുറത്തേക്ക് വരുന്നതെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. പ്രഷർ കൂടിയിട്ട് പെട്ടെന്ന് ഇത് മുകളിലേക്ക് തള്ളുന്നു. അഫാർ പ്ലൂമും ഇതേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഓരോ തവണയും ഇത് മുകളിലേക്ക് തള്ളുമ്പോൾ ഭൂമിയുടെ പാളികൾ ദുർബലമാവുകയും ഭൂചലനങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനായി ഭൂമിക്കടിയിലെ അൾട്രാസൗണ്ട് എന്ന് വിളിക്കാവുന്ന സീസ്മിക് തരംഗങ്ങൾ പരിശോധിച്ചാൽ അവിടെ ചൂടുള്ളതും മൃദുവായതുമായ പാറകളാണെന്ന് മനസ്സിലായിരുന്നു. ലാവയുടെ കെമിക്കൽ പരിശോധനകൾ വഴിയും ഇത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ചില സാമ്പിളുകളിൽ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് മാത്രം വരുന്ന പ്രത്യേക ഘടകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനർത്ഥം ഇത് ഭൂമിയുടെ ആഴങ്ങളുമായി കണക്റ്റഡ് ആണ് എന്നാണ്. ഉപഗ്രഹങ്ങൾ വഴിയും ഈ മാറ്റങ്ങൾ അളക്കാൻ കഴിയും. GPS സ്റ്റേഷനുകൾ ഉപയോഗിച്ച് ഈ പ്രദേശം വർഷത്തിൽ ശരാശരി 6 മുതൽ 7 മില്ലിമീറ്റർ വരെ അകന്നുകൊണ്ടിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ചില ഭാഗങ്ങൾ താഴേക്ക് പോവുകയും മറ്റു ചിലയിടങ്ങൾ മുകളിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ്. ഭൂമിക്കടിയിലെ വലിയൊരു മാറ്റത്തിൻ്റെ പുറത്തു കാണുന്ന ലക്ഷണമാണ് അഫാർ പ്രദേശം. അഫാറിൽ ഇതിൻ്റെ അടയാളങ്ങൾ എല്ലായിടത്തുമുണ്ട്. മരുഭൂമിയിൽ നിന്ന് അഗ്നിപർവ്വതങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. ചിലതിൽ നിന്ന് വാതകങ്ങൾ പുറത്തുവരുന്നു. മറ്റു ചിലത് ശാന്തമാണെങ്കിലും പുതിയ ലാവ കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഓരോ അഗ്നിപർവ്വതവും ലാവയും ഭൂമിക്കടിയിലെ മാറ്റങ്ങളുടെ അടയാളമാണ്. അവിടുത്തെ പാറകളും ഇതിന് തെളിവാണ്. ജിയോളജിസ്റ്റുകൾ ഇവിടെ നിന്ന് ലാവയുടെയും ചാരത്തിൻ്റെയും സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിനുള്ളിലെ മിനറലുകൾ ഒരു ടൈം ക്യാപ്സ്യൂൾ പോലെയാണ്. ഈ മാഗ്മ എത്ര ആഴത്തിൽ നിന്നാണ് വരുന്നതെന്നും അവിടുത്തെ ചൂട് എത്രയാണെന്നുമൊക്കെ ഇത് പറഞ്ഞു തരും. ഇത് ഭൂമിയുടെ ഉൾഭാഗം റീഡ് ചെയ്യുന്നത് പോലെയാണ്. ഭൂമിയും എപ്പോഴും അശാന്തമാണ്. ഓരോ വർഷവും ആയിരക്കണക്കിന് ചെറിയ ഭൂചലനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരുമിച്ച് ചേരുമ്പോൾ ഭൂമിയുടെ പാളികൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാം. വർഷം തോറും മില്ലിമീറ്ററുകൾ വീതം ഈ വിള്ളലുകൾ വലുതാവുകയാണ്. നമ്മുടെ നഖം വളരുന്ന അത്രയും വേഗതയാണെങ്കിലും നൂറ്റാണ്ടുകൾ കൊണ്ട് ഇത് വലിയ താഴ്വരകളും തടാകങ്ങളുമൊക്കെ ഉണ്ടാകാൻ കാരണമാകും. ഉപഗ്രഹ ചിത്രങ്ങളിൽ ഈ പ്രദേശം താഴേക്ക് ഇരുന്നിരിക്കുന്നത് വ്യക്തമായി കാണാം. പക്ഷേ ഈ വലിച്ചു നീട്ടൽ ഇങ്ങനെ തുടർന്നാൽ എന്ത് സംഭവിക്കുമെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? ഈ താഴ്വരകൾ സമുദ്രനിരപ്പിന് താഴെ എത്തുമ്പോൾ ചെങ്കടലിൽ നിന്നോ ഏതൻ ഉൾക്കടലിൽ നിന്നോ വെള്ളം ഇങ്ങോട്ടേക്ക് ഇരച്ചു കയറുകയാണ് സംഭവിക്കുക. അതോടെ ഇന്നത്തെ മരുഭൂമിയിൽ തിരമാലകൾ അടിക്കും. അവിടെ പുതിയൊരു കടൽ രൂപപ്പെടും. ഭാവിയിൽ ആഫ്രിക്കയുടെ അവസ്ഥ ഇതായിരിക്കുമെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. തുടർന്ന് വൻകര പിളർന്നുകൊണ്ടേയിരിക്കും. ഒരു വശത്ത് ഇന്നത്തെ ആഫ്രിക്കയുടെ ഭൂരിഭാഗവും മറുഭാഗത്ത് എത്യോപ്യയും സൊമാലിയയും ഉൾപ്പെടുന്ന പുതിയൊരു വൻകരയും. ഇവയ്ക്കിടയിൽ ഒരു പുതിയ സമുദ്രം സാവധാനം രൂപപ്പെടും. ഇതിന് എത്ര കാലമെടുക്കും എന്നതാണ് മറ്റൊരു ചോദ്യം. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തേക്കാമെങ്കിലും മാറ്റങ്ങൾ എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് സംഭവിക്കാം. പണ്ട് അറ്റ്ലാന്റിക് സമുദ്രം ഉണ്ടായതും ഇതേപോലെ വൻകരകൾ പിളർന്നാണ്. അതുകൊണ്ട് തന്നെ അഫാർ പ്രദേശം ഒരു സമുദ്രത്തിൻ്റെ ജനനത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഭാവിയിലെ മാപ്പുകളിൽ ഇന്നത്തെ മരുഭൂമിക്ക് പകരം നീലക്കടലായിരിക്കും ഉണ്ടാവുക. ഇത് കേൾക്കുമ്പോൾ ഫ്യൂച്ചറിസ്റ്റിക്കായ കാര്യമായി തോന്നാമെങ്കിലും ആഫ്രിക്ക പിളരുന്നത് ഭൂമിയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായമാണ്. ഇത് ആഫ്രിക്കയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന കാര്യമാണ്. കാരണം ഈ മാറ്റങ്ങൾ ഭൂചലനങ്ങൾക്കും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്കും കാരണമാകും. അഗ്നിപർവ്വത ചാരവും വാതകങ്ങളും അന്തരീക്ഷത്തിൽ വ്യാപിച്ചാൽ ഇത് വിമാനയാത്രയെയും കാലാവസ്ഥയെയും വരെ ബാധിച്ചേക്കാം. ലക്ഷക്കണക്കിന് ആളുകൾ ഈ വിള്ളലിന് അരികിലാണ് താമസിക്കുന്നത്. അവരുടെ വീടിനും കൃഷിക്കുമൊക്കെ ഇത് ഭീഷണിയാണ്. ആഫ്രിക്കയിലെ ഈ മാറ്റങ്ങൾ ഐസ്ലാൻഡിലും അമേരിക്കയിലും ഒക്കെ നടക്കുന്ന മാറ്റങ്ങൾക്ക് സമാനമാണ്. അവിടെയും വൻകരകൾ പിളരുകയും അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ ആയുസ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം വളരെ വളരെ ചെറുതാണ്. ആഫ്രിക്ക പൂർണ്ണമായും പിളരുന്നത് കാണാൻ നമ്മൾ ഉണ്ടാവില്ലെങ്കിലും ആ മാറ്റത്തിന് ഈ നിമിഷം നമ്മൾ സാക്ഷിയാകുന്നുണ്ട്. ഏതായാലും ആഫ്രിക്ക പിളരുന്നതിനെക്കുറിച്ചും ഈ ശാസ്ത്രത്തിൻ്റെ ഈ കണ്ടെത്തലിനെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.